മക്കളെ, NCET അഥവാ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ NCET അപ്ലൈ ചെയ്ത കുട്ടികൾ ശ്രദ്ധിക്കുക, ഏപ്രിൽ 17, 18 തീയതികളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഈ അഡ്മിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് exam.nta.nic.in/NCET എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തുകൊണ്ട് അഡ്മിറ്റ് കാർഡ് എടുക്കാവുന്നതാണ്. ഇനി അഡ്മിറ്റ് കാർഡ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക, അഡ്മിറ്റ് കാർഡ് നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് തന്നെ എടുക്കണം. വിൽ നോട്ട് ബി സെൻഡ് ബൈ പോസ്റ്റ്. അതായത് നിങ്ങൾക്ക് ബൈ പോസ്റ്റോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ അഡ്മിറ്റ് കാർഡ് തരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് തന്നെ എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു പ്രിസർവ് എ കോപ്പി ഓഫ് ദെയർ അഡ്മിറ്റ് കാർഡ് ഇൻ ഗുഡ് കണ്ടീഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. നിങ്ങൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് അവിടെ വാങ്ങി വയ്ക്കും. അതുകൊണ്ട് ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക. പിന്നീട് ഉണ്ടാകുന്ന അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലൊക്കെ നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ അഡ്മിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി വീട്ടിൽ വെച്ചിട്ടേ നിങ്ങൾ ഒരു കോപ്പിയും കൊണ്ട് എക്സാം ഹോളിലേക്ക് പോകാവൂ. ഇനി ഞാൻ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു സാമ്പിൾ, അതായത് ഒരു അഡ്മിറ്റ് കാർഡ് കാണിക്കാം. ഈ വർഷം വന്നിരിക്കുന്ന NCETയുടെ അഡ്മിറ്റ് കാർഡാണ്. അതിൽ അഡ്മിറ്റ് കാർഡിൽ ടോപ്പിൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഉണ്ടാവും. അതേപോലെ കുട്ടിയുടെ റോൾ നമ്പർ, കുട്ടിയുടെ പേര്, ജെൻഡർ, കാറ്റഗറി ഏതാണ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടോ, അപ്ലിക്കേഷൻ നമ്പർ എന്താണ്, അതുപോലെ ഫാദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇത് ഇവിടെ ഒരു ബാർകോഡ് ഉണ്ടാവും. അതേപോലെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ അഡ്മിറ്റ് കാർഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് അതിന് താഴേക്ക് എക്സാം സെൻറ്റർ ഡീറ്റെയിൽ ആണ്. ആ സെൻറ്റർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നോക്കുക, ഈ എക്സാം സെൻറ്റർ ഡീറ്റെയിലിൽ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ എക്സാം ആണ്. ഇപ്പോൾ ഇത് നോക്കിയാൽ കാണാം, ഈ കുട്ടിയുടെ ഇത് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ടെസ്റ്റ്, ഇതെല്ലാം 17-ാം തീയതി, ഏപ്രിൽ 17-ാം തീയതിയാണ്. ഓക്കെ, എല്ലാം ഫസ്റ്റ് ഷിഫ്റ്റിലുമാണ്, ഒരേ സമയത്താണ്. അപ്പോൾ എക്സാമിൻ്റെ ടൈം നോക്കുക, എക്സാം 9 മണി തുടങ്ങി 12 മണി വരെ 3 മണിക്കൂർ എക്സാമാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം നോക്കുക 7 to 8:30. അതായത് ഈ കുട്ടി എപ്പോൾ ചെല്ലണം? 7 മണിക്കും 8:30ക്കും ഇടയ്ക്കുള്ള സമയത്ത് സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണം. 8:30 കഴിഞ്ഞാൽ ഒരു കാരണവശാലും അകത്ത് വിടില്ല, ഗേറ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് 8:30ക്ക് മുമ്പ് ഈ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ ഉള്ളിൽ പോകണം. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒറ്റ റിപ്പോർട്ടിംഗ് ആണ്, ഒരൊറ്റ അഡ്മിറ്റ് കാർഡാണ്. ഈ എക്സാം ഹോളിൽ കയറിയാൽ ഈ 9 തുടങ്ങി 12 മണി വരെയുള്ള സമയത്ത് ഈ എല്ലാ എക്സാമും നടക്കും. എല്ലാം ഒരു സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ താഴേക്ക് നോക്കുക, അത് ഒരു ദിവസമായിട്ടാണോ 2 ദിവസമായിട്ടാണോ ഒരു ഷിഫ്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടേ പോകാവൂ. ഒന്നിലധികം ഷിഫ്റ്റ് വന്നാൽ മാത്രം നിങ്ങൾ 2 അഡ്മിറ്റ് കാർഡ് കരുതേണ്ടി വരും. ഈ കുട്ടിയുടെ കേസിൽ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ആവശ്യമുള്ളൂ. ഒരു സെൻറ്ററിൽ ഒരു ഷിഫ്റ്റിൽ ഒരു ഡേയിലാണ് എക്സാം. അപ്പോൾ ഈ പേജിൽ നോക്കിയാൽ കാണാം, 2ാമത്തെ പേജിൽ ഇവിടെ കുട്ടിയുടെ പേരുണ്ടാവും, കുട്ടിയുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ കുട്ടിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് വീട്ടിൽ നിന്ന് തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്തിട്ട് പോവുക. ഏത് ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത അപ്ലിക്കേഷൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ തന്നെയാണ് ഇവിടെയും പേസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഇടത് കേട്ട് തള്ളവിരലിൻ്റെ ഇംപ്രഷൻ ഉണ്ടാവണം. ഇവിടെ സിഗ്നേച്ചർ ഇടണം, അത് ഇടരുത്, അത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലേ ഇടാവൂ. അവിടെ സിഗ്നേച്ചറുള്ള സ്പേസ് ആണ്, ഇപ്പം നിങ്ങൾ ഇടരുത് എക്സാം ഹോളിൽ ചെന്നിട്ട്. പക്ഷേ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകണം. എക്സാം സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പ് തമ്പ് ഇംപ്രഷനും ഫോട്ടോയും പേസ്റ്റ് ചെയ്തിട്ടേ പോകാവൂ. ഇനി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് നോക്കുക, 2ാമത്തെ പേജിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രക്ഷൻസും സെയിം ആണ്. അതായത് നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ എവിടെ എത്തണം, അതേപോലെ എക്സാം കഴിയാതെ നിങ്ങളെ പുറത്തു വിടില്ല, എക്സാം തുടങ്ങിയാൽ നിങ്ങളെ ഉള്ളിൽ കയറ്റില്ല, അങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയാം. റിലീജിയസ് അല്ലെങ്കിൽ കസ്റ്റം ഡ്രസ്സ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഈ റിപ്പോർട്ടിംഗ് ടൈമിൽ ചെന്നിട്ട് ആ ഫ്രിസ്കിംഗ് പ്രോസസ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ 7 to 8:30 പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി കൃത്യം 7 മണിക്ക് ചെല്ലാൻ ശ്രദ്ധിക്കുക, മതപരമായ വേഷങ്ങൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുവെങ്കിൽ. ഇനി 2ാമത്തെ നോക്കാം, നോ കാൻഡിഡേറ്റ് വുഡ് ബി അലൗഡ് ടു എൻ്റർ ദ എക്സാം സെൻറ്റർ വിതൗട്ട് ആൻ അഡ്മിറ്റ് കാർഡ്. നിർബന്ധമായിട്ടും അഡ്മിറ്റ് കാർഡും ഉണ്ടാവണം, ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം, പ്രോപ്പർ ഫ്രിസ്കിംഗ് പ്രോസസ്സ്, അതായത് ഒരു ചെക്കിംഗ് പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങൾ നടക്കണം. ഇതിൽ ആദ്യത്തെ 2ഉം നിങ്ങൾ ചെയ്യേണ്ടതാണ്, ബാക്കി അവർ ചെയ്യും. അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നിങ്ങൾ വാലിഡ് ID പ്രൂഫ് കൊണ്ടുപോകണം. ഏതാണ് വാലിഡ് ID പ്രൂഫ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, എനി ഓഫ് ദ ഒറിജിനൽ, ഇതിൽ ഏതെങ്കിലും ഒരു വാലിഡ് ഒറിജിനൽ ID പ്രൂഫാണ് കൊണ്ടുപോകേണ്ടത്. അത് പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, വോട്ടേഴ്സ് ID ആവാം, പാസ്പോർട്ട് ആവാം, ആധാർ കാർഡ് ആവാം, ഇതിലൊക്കെ ഫോട്ടോഗ്രാഫ് ഉള്ളതായിരിക്കണം, ആധാർ ആവാം, റേഷൻ കാർഡ് ആവാം, ഫോട്ടോ പതിച്ച, ആധാർ എൻറോൾമെൻറ്റ് നമ്പർ വിത്ത് ഫോട്ടോ ആവാം, ഇതൊക്കെ കൊണ്ടുപോകാം. ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി. പ്രിഫറബിളി നമ്മൾ പറയുക ആധാർ കാർഡ് ആയിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഉപയോഗിച്ച ഡോക്യുമെൻ്റ് ഏതാണോ അത് തന്നെയാണ് പ്രിഫറബിൾ. അത് മജോറിറ്റി എല്ലാ കുട്ടികളും ആധാർ ആയിരിക്കും, അപ്പോൾ ആധാർ തന്നെ കൊണ്ടുപോകാം. ഇനി ഫോട്ടോ കോപ്പീസോ
അല്ലെങ്കിൽ അറ്റസ്റ്റഡോ സ്കാൻഡ് കോപ്പീസോ ഫോണിലുള്ള ഫോട്ടോഗ്രാഫോ ഒന്നും അവർ അലോ ചെയ്യില്ല. അതുകൊണ്ട് ആ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൊണ്ടുപോകണം. ഇനി എന്തൊക്കെയാണ് എക്സാം സെൻറ്ററിൽ പെർമിറ്റ് ചെയ്യുക? ഒന്ന്, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാം. അടുത്തത്, ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ് അറ്റൻഡൻസ് ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഒരെണ്ണം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന്. രണ്ടാമതൊന്ന് കയ്യിൽ കരുതണം. അങ്ങനെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതണം. ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കയ്യിൽ കരുതണം. അതേപോലെ അഡ്മിറ്റ് കാർഡ് എലോങ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ. എന്താണ് സെൽഫ് ഡിക്ലറേഷൻ വെച്ചാൽ ഈ രണ്ടാമത്തെ പേജിൻ്റെ മേലെ ഞാൻ നിങ്ങൾ തമ്പ് ഇംപ്രഷനൊക്കെ വെക്കുന്നതിൻ്റെ മേലെ കാണിച്ചിട്ടുണ്ട്, അതാണ് സെൽഫ് ഡിക്ലറേഷൻ. അപ്പോൾ ആ 2 പേജും കൊണ്ടുപോകണം. ഇനി അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, അഡ്മിറ്റ് കാർഡ് എപ്പോഴും ഒരു കളർ ആവുന്നതാണ് നല്ലത്. ഓക്കെ. ഇനി അതേപോലെ ഈ പറഞ്ഞ ഈ അഡ്മിറ്റ് കാർഡിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ മുമ്പ് തന്നെ ചെയ്തിട്ടും പോകണം. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ആ ഡോക്യുമെൻറ്റും കൊണ്ടുപോകണം. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എക്സാമിന് കൊണ്ടുപോകുന്നവർ അല്ലെങ്കിൽ പോകുന്നവർ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ട് കൊണ്ടുപോവുക. അതിന് കൂടി ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒന്ന് കയ്യിൽ കരുതണം, ഒന്ന് ഇതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ 2 ഫോട്ടോ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ്. അപ്പോൾ ആധാർ കാർഡ്, ഫോട്ടോ ID, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും നിർബന്ധമാണ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റഫ് വർക്ക് ചെയ്യാൻ ഒരു പെന്നും കൊണ്ടുപോവാം. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ എക്സാം ഹോളിൽ കൊണ്ടുപോകേണ്ടത്. ഓക്കെ. ഇനി ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ സിഗ്നേച്ചർ ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞു. എക്സാം ഹോളിൽ നിങ്ങൾ സിഗ്നേച്ചർ കൊടുക്കേണ്ടതുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ID പ്രൂഫിൻ്റെ കാര്യത്തിൽ കൊണ്ടുപോകാവുന്ന. അതേപോലെ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു ക്യാരി എനി അതർ പേഴ്സണൽ ബിലോങ്ങിങ്സ്. ഇലക്ട്രോണിക് ഡിവൈസുകളോ മൊബൈൽ ഫോണുകളോ ഒന്നും പെർമിറ്റ് ചെയ്യില്ല. അതുപോലെ ഷൂസ് പെർമിറ്റ് ചെയ്യില്ല. ഫുട്വെയർ വിത്ത് തിക്ക് സോൾ, കട്ടിയുള്ള സോളുള്ള ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഷൂസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഗാർമെൻറ്റ്സ് വിത്ത് ലാർജ് ബട്ടൺ, വലിയ ബട്ടണുള്ള ഗാർമെൻറ്റ്സ്, ഒരുപാട് ലെയറുകളുള്ള ഡ്രസ്സ് ഇതൊന്നും പറ്റില്ല. ഒരു സിമ്പിൾ ഡ്രസ്സ് ഉപയോഗിക്കുക, സിമ്പിൾ ഫുട്വെയർ ഉപയോഗിക്കുക. അതേപോലെ ബ്ലാങ്ക് പേപ്പർ ഷീറ്റ് ഫോർ റഫ് വർക്ക്. റഫ് വർക്കിന് വേണ്ട ഷീറ്റ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഷീറ്റിൽ നിങ്ങളുടെ പേരും റോൾ നമ്പരും എഴുതുക. അതിനുശേഷം ഈ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ അത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുകയും വേണം. അല്ലാതെ നിങ്ങൾക്ക് ഇതിവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇൻവിജിലേറ്ററിൻ്റെ കയ്യിൽ നിങ്ങൾ ആ വർക്ക് ചെയ്ത റഫ് വർക്ക് ചെയ്ത പേപ്പറും കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ കയ്യിൽ കൊണ്ടുവരാൻ പറ്റില്ല, അതും ശ്രദ്ധിക്കണം. അതുപോലെ ദ കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി അലൗഡ് ടു അപ്പിയർ ഓൺ എനി അതർ ഡേറ്റ് ഓർ ഷിഫ്റ്റ് മെൻഷൻ ഇൻ ദ അഡ്മിറ്റ് കാർഡ്. ഇപ്പോൾ 17-ാം തീയതി ഫസ്റ്റ് സെഷൻ ഉണ്ടായിരുന്ന കുട്ടി സെക്കൻഡ് സെഷന് വേണ്ടി പോകാൻ പാടില്ല. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് സെഷനാണോ ആ സെഷനിൽ ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റിൽ തന്നെ അവിടെ എത്തണം. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഡേയിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിലാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതല്ലാത്ത ഒരു മാറ്റവും അവർ പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ ഓൾമോസ്റ്റ് NCETയുടെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ഇമേജ്, ഒരു സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.